ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാലും ശരി, അല്ലെങ്കിൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഏർപ്പെടും. അത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ പകുതി പേരും ഒരുപക്ഷെ കഷ്ടത്തിലോ സങ്കടത്തിലോ ആയിരിക്കാം. അടുത്ത നിമിഷം അടുത്ത ദിവസം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരാണെങ്കിൽ തെളിവായ ഒരു പാതയും പൂർണ്ണമായ ഒരു വെളിച്ചവും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നൽകും. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിദ്യ. 5 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിച്ച് അത് അതേപടി പിന്തുടരുകയാണെങ്കിൽ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും. 1. മൗനമായിരിക്കുക. നിങ്ങൾ മൗനമായിരിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ, കുറ്റങ്ങൾ എന്നിവ ചിന്തിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഒരിക്കലും വിമർശിക്കാതിരിക്കുക. മൗനത്തെക്കുറിച്ചുള്ള പഴമൊഴികളിൽ ഏറ്റവും മൂർച്ചയേറിയ പഴമൊഴി ഇതാണ്: മൗനം എന്നത് ചിന്തകളുടെ മാതാവാണ്. അതുകൊണ്ടാണ് മുൻകാല ജ്ഞാനികൾ അതിനെ തപസ് എന്ന് വിളിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായത് ഈ ഒരു തപത്തിലാണ്. കന്യാകുമാരിയിൽ വിവേകാനന്ദൻ ചെയ്ത തപത്തിനാലാണ് അദ്ദേഹവും ജ്ഞാനിയായത്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വിവാദിച്ച് ചിന്തിക്കാതിരിക്കുക, ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക. മൗനമായി ചിന്തിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിനുള്ള ഉത്തരവും ആ കുറ്റത്തിനുള്ള പരിഹാരവും ആ മൗനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ചിന്തിക്കുന്നതിനും മൗനത്തിനുമായുള്ള ശരിയായ സമയം രാത്രിയാണ്. അത്താഴം കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് കുറച്ച് സമയം ആലോചിച്ച് നോക്കിയാൽ, മൗനമായിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആ ഒരു മൗനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 4 പേർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ശബ്ദമുയർത്തി നിങ്ങളുടെ ന്യായം തെളിയിക്കുന്നതിലും നല്ലത് ശ്രദ്ധയോടെ മൗനത്തോടെ ഇരുന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനായിരിക്കും. മൗനമായിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി ആത്മവിശ്വാസത്തിന്റെ പാതയിൽ മുന്നോട്ടു പോവുക. 2. സ്വയം പ്രശംസിക്കാതിരിക്കുക. അളവിലധികം നമ്മൾ നമ്മളെ തന്നെ പ്രശംസിച്ചാലും ശരി, അതുതന്നെ മറ്റുള്ളവരെ അളവിലധികം പ്രശംസിച്ചാലും ശരി, അതുതന്നെ ഒരുപക്ഷെ നമ്മുടെ വീഴ്ചകൾക്ക് കാരണമായേക്കാം. തകുതിയില്ലാത്തവനെ പുകഴ്ത്തുന്നത് കള്ളച്ചന്തയിൽ താഴ്ന്ന നിലവാരമുള്ള വസ്തുക്കൾ വിൽക്കുന്നതിന് തുല്യമാണ്. പ്രശംസകൾ, പുകഴ്ത്തലുകൾ അത്യാവശ്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് നാം ഓടുന്നതും അധ്വാനിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം. എന്നാൽ ഈ പ്രശംസകൾ നമുക്ക് ലഭിക്കുമ്പോൾ പ്രശംസകൾക്കും പേരിനും പുകഴിനും നമ്മൾ അടിമപ്പെട്ടു പോകാൻ പാടില്ല. അമിതമായ പ്രശംസകൾ നമ്മുടെ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കും. നെപ്പോളിയന്റെ തകർച്ച, ഹിറ്റ്ലറിന്റെ തകർച്ച, മുസോളിയന്റെ തകർച്ച, ഇവരുടെ ജീവിതമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. പ്രശംസകൾ കൊണ്ട് നമുക്ക് അഭിമാനങ്ങൾ വന്നു ചേരും. നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. പക്ഷേ അതൊരിക്കലും നമ്മളെ അടിമപ്പെടുത്താൻ പാടില്ല. നാം അതിന് അടിമപ്പെടുമ്പോൾ നമ്മുടെ തകർച്ചയും അവിടെ നിന്ന് തുടങ്ങും. ഇന്ന് പലരും സ്വാർത്ഥതയോടെ യോഗ്യതയില്ലാത്തവരെ ജ്വാലയാണെന്ന് പുകഴ്ത്തുന്നു. യോഗ്യതയില്ലാത്തവനെ പ്രശംസിക്കുന്നത് വളരെ മോശമായ പ്രവണതയാണ്. നിലവാരമല്ലാത്ത വസ്തുക്കൾ വിൽക്കപ്പെടുന്ന വളയമാണത്. ശരിയായ വ്യക്തികളെ ശരിയായ സമയത്ത് നാം പ്രശംസിക്കുക. യോഗ്യതയില്ലാത്തവരെ ഒരു കാലത്തും പുകഴ്ത്തി വളർത്തരുത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയാലും അഭിനന്ദനത്തിൻ്റെയും പ്രശംസകളുടെയും ഉന്നതിയിലെത്തിയാലും ആ പുകഴ്ത്തലിൻ്റെ ഒരു പടി താഴെത്തട്ടിൽ മാത്രം നിൽക്കാൻ ശ്രമിക്കുക. ആ ലഹരിയെ മുറുകെ പിടിക്കാതെ മൗനത്തോടെ ഇരുന്ന് നിങ്ങളുടെ പ്രശംസകളിൽ സന്തോഷം കണ്ടെത്തുക. 3. ലേണിംഗ്. മനുഷ്യജീവിതത്തിൽ ഏറ്റവും വലിയ പങ്കാണ് നാം പഠിച്ചെടുക്കുന്നതിനുള്ളത്. ചെറിയ കുട്ടികളിൽ തുടങ്ങി വാർദ്ധക്യത്തിലുള്ളവരടക്കം ഓരോ ദിവസവും ഓരോന്നും പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ആരാണോ ചിന്തിക്കുന്നത്, ആരാണോ പഠിച്ചെടുക്കുന്നത്, അവരാവും ഏതെങ്കിലും ഗുണത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മികച്ചു നിൽക്കുന്നത്. ഈ ലേണിംഗ് പ്രോസസ്സ് നിങ്ങൾ ബുക്കിൽ നിന്ന് മാത്രം പഠിച്ചെടുക്കണമെന്നില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം, കാടുകളിൽ, വീടുകളിലുള്ള മൃഗങ്ങളോടൊപ്പം, ഏതെങ്കിലും ഒരു വിഷയത്തെ കാണുമ്പോഴോ, ഏതെങ്കിലും ഒരു സ്ഥലത്തെ കാണുമ്പോഴോ, ഏതെങ്കിലും ഒരു സ്ഥലത്തെ നിരീക്ഷിക്കുമ്പോഴോ നിങ്ങളുടെ മനസ്സ് നിശബ്ദമായിരിക്കുന്ന പക്ഷത്തിൽ പഠിച്ചെടുക്കുന്നതെന്തും മനസ്സിലാക്കുന്നതെന്തും നിങ്ങളുടെ ആഴ്മനസ്സിൽ നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ്.
നിങ്ങൾക്ക് നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് എന്താണ് പഠിച്ചതെന്ന് മൗനമായിരുന്ന് ചിന്തിക്കുക. തേടിപ്പോയി പഠിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചെടുക്കുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുക. അതുതന്നെ നിങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായകമാകും. 4. കുറവുകളെ അംഗീകരിക്കുക. ഈ പ്രപഞ്ചത്തിലുള്ളവയെല്ലാം ഓരോ വിധത്തിലുള്ള കുറവുകളോടുകൂടി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് മനുഷ്യരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട്. ആരും തന്നെ എല്ലാം തികഞ്ഞവരല്ല. എല്ലാ മനുഷ്യരുടെയും മനസ്സിലും ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളുണ്ടാകും. അവനെ പോലെയല്ല ഞാൻ, അവളെ പോലെയല്ല ഞാൻ, അവൻ എല്ലാം നേടിയെടുക്കുന്നുണ്ട്, അവനെ എല്ലാം ലഭിക്കുന്നുമുണ്ട്, എനിക്കതുപോലെ സാധിക്കുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യവും നിങ്ങൾ നിങ്ങളുടെ കുറവുകളായി കാണുന്ന പക്ഷത്തിൽ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കില്ല. മനുഷ്യരായ നാം നമ്മുടെ മനസ്സിൽ കുറവുകൾ എന്ന ഗുണത്തെ പതിപ്പിക്കുമ്പോൾ നമ്മുടെ അകവെളിച്ചവും പുറവെളിച്ചവും മങ്ങിപ്പോകാനിടയാകുന്നു. നമ്മുടെ പോരായ്മകൾ എന്താണോ അതിനെ കണ്ടെത്തി മനസ്സിലാക്കി അത് ശരിയാക്കുവാനുള്ള വഴി എന്താണെന്ന് അന്വേഷിക്കുക. മറിച്ച് അതിനെയും കൂട്ടുപിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കരുത്. ഇനി അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ദുഃഖം മാത്രമാണ്. ആദ്യം നമ്മൾ നമ്മുടെ കുറവുകൾ, പോരായ്മകൾ അതിനെയെല്ലാം അംഗീകരിക്കുക. ഈ പോരായ്മകളെ ഇതാണ് നമ്മുടെ ജീവിതം, ഇതാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് ആശ്വസിക്കരുത്. നമുക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവർ നിങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കും മുന്നേ നിങ്ങളത് മനസ്സിലാക്കുക. അതിനെ തിരുത്തിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. 5. മുൻകോപം. ഈ ഒരു ഗുണത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിജയികളാണ്, കഴിവുള്ളവരാണ്, അംഗീകരിക്കേണ്ടവരാണ്. കഴിവുള്ള ഒരു വ്യക്തിക്ക് മുൻകോപമുണ്ടെങ്കിൽ അവൻ എവിടെ ചെന്നാലും സഹമനുഷ്യരോട് സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറാൻ കഴിയാതെ പോകുന്നു. മാറ്റാൻ കഴിയാത്തതെന്തെന്നാൽ ഒന്നേ ഉള്ളൂ, അത് എൻ്റെ മുൻകോപമാണെന്ന് മാത്രം പറയരുത്. അതിനുള്ള ഉത്തരവും ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. മുൻകോപത്താൽ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ഏറെയാണ്. മുൻകോപത്താൽ നഷ്ടപ്പെടുത്തിയവർ ആയിരങ്ങളാണ് ഈ ലോകത്തിൽ. അത് ചരിത്രത്തിലായാലും ശരി, നമ്മുടെ ജീവിതത്തിലായാലും ശരി, ചുറ്റും നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. മുൻകോപത്താൽ അവസരങ്ങൾ ലഭിച്ചതിനേക്കാൾ നഷ്ടപ്പെടുത്തിയവരാണ് ഈ ലോകത്തിലധികം. ഈ വീഡിയോ കാണുന്ന നിങ്ങളടക്കം മുൻകോപമുള്ളവരായേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് മുൻകോപം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് ഏറെയായിരിക്കും. ഇന്ന് ഈ ദിവസത്തിൽ, ഈ വീഡിയോ കാണുന്ന ഈ നിമിഷത്തിൽ നിന്ന് മുൻകോപത്തെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷത്തിൽ നിങ്ങൾ പോകാനുദ്ദേശിക്കുന്ന ദിശയിലേക്ക് പോകുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതം തന്നെ വഴി കാണിച്ചു തരും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുന്ന പക്ഷത്തിൽ ഒരു വെളിച്ചമേറിയ പാതയിൽ നിങ്ങൾ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണർത്ഥം. ഈ വീഡിയോ നിങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, മാറ്റത്തിനുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.